മുൻ പ്രധാനമന്ത്രിമാരായ നെഹ്റുവും വാജ്പേയിയും രാജീവ് ഗാന്ധിയുമൊക്കെ മഹാരഥന്മാരാണ്. ഈ രാജ്യം ആദരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എന്നാൽ സ്വന്തം അവിഹിത ബന്ധം ഭാര്യ കയ്യോടെ പിടിച്ചപ്പോൾ അവരെ കൂട്ടുപിടിക്കാൻ മന്ത്രി ഗണേഷ് കുമാറിന് നാണമില്ലേ? ഗണേഷ് എന്ന നടന് 10,000 5,000 പ്രണയവും വഴിവിട്ട ബന്ധങ്ങളുമുണ്ടാകാം. എന്നാൽ അയാൾ ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാണ്. ആദ്യ ഭാര്യ ഉന്നയിച്ച ലൈംഗികാരോപണത്തേക്കാൾ ഗുരുതര സ്വഭാവമുള്ളതാണ് ഇപ്പോഴത്തെ ഭാര്യ ബിന്ദു മേനോന്റെ പരാതി. കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗണേഷിനെ കണ്ടുവെന്നാണ് ബിന്ദുവിൻ്റെ ആരോപണം. തൊട്ടുപിന്നാലെ വിശദീകരണവുമായി എത്തിയ മന്ത്രി അത് വ്യക്തിപരമായ കാര്യമെന്നാണ് പ്രതികരിച്ചത്. വിഷയം ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച KSU സംസ്ഥാന ഉപാധ്യക്ഷൻ യദുകൃഷ്ണൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വാളകത്തെ വീട്ടിലേക്ക് ഗണേഷ് കുമാറിന്റെ ഭാര്യ മുന്നറിയിപ്പില്ലാതെ എത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെ കിടപ്പ് മുറിയിൽ ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്ന് ഭാര്യ ബിന്ദു മേനോൻ പറയുന്നു. അന്ന് ഫോട്ടോ എടുത്തിരുന്നു, അത് കയ്യിലുണ്ട്. ബന്ധുവും മുൻ DGPയുമായ R ശ്രീലേഖയെയാണ് ആദ്യം ഫോൺ വിളിച്ചത്. അവരുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ സഹായം തേടിയിരുന്നു. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസ് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തതെന്ന് ബിന്ദു മേനോൻ പറഞ്ഞു. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞെന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെന്നും ബിന്ദു ആരോപിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗണേഷ് കുമാർ തനിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും ബിന്ദു വിശദീകരിച്ചു. ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് വ്യക്തിപരമായ കാര്യമാണെന്നാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. പ്രണയം ഒരു കുറ്റമല്ല, പ്രണയം ഇനിയും തുടരും. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ശ്രീലേഖയ്ക്ക് മേയറാകാൻ കഴിയാത്തതിന്റെ കൊതിക്കെറിവാണെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിന് എന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു? പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് 1 അല്ല 5,000 പ്രണയമുണ്ട്. അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചെനിക്ക് അങ്ങനെ അറിയാം. വിഷയം ആദ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച KSU സംസ്ഥാന ഉപാധ്യക്ഷൻ MJ യദുകൃഷ്ണൻ മന്ത്രിക്കും ജീവനക്കാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. 112-ൽ മന്ത്രിയുടെ ഭാര്യയെ വിളിച്ച് പരാതിപ്പെട്ടതിൽ തുടർ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.